Hi students, welcome to my college programs. എല്ലാവർക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA സോഷ്യോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ്. ഇതിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ടെമ്പിൾസ് ആൻഡ് ഡെസ്റ്റിനേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, നമ്മൾ ഹിസ്റ്റോറിക്കൽ ടൂറിസം ആണ് നമ്മുടെ സബ്ജക്റ്റ് എങ്കിലും ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൽ എന്താണ് ഡെസ്റ്റിനേഷൻസ് ആണ് അല്ലേ. ടൂറിസം മീൻസ് വിദേശികളെ ആകർഷിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ അതിന് ഡെസ്റ്റിനേഷൻ, അത് ഇന്ത്യയിലുള്ള ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷൻസ് ആണ് കൂടുതലും എന്ത് ചെയ്യുന്നത്, പിന്നെ അതിന് ഫോക്കസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അല്ലേ. ഡെസ്റ്റിനേഷൻസ് അതായത് സ്ഥലങ്ങൾ, അതായത് ഹിസ്റ്റോറിക്കൽ എന്താ പറയുക സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ അല്ലേ. കുറേ നമ്മൾ പറഞ്ഞു. താജ്മഹലിന് നമ്മൾ പറഞ്ഞു, റെഡ് ഫോർട്ട് നമ്മൾ പറഞ്ഞു, പിന്നെ താജ്മഹൽ, റെഡ് ഫോർട്ട്, പിന്നെന്താ നമ്മൾ ഇന്നലെ ഹാരപ്പൻ സൈറ്റ്സ് അതിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞല്ലോ. സിന്ധു നദീതട സംസ്കാരം നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ തുഗ്ലക്കാബാദ് ഫോർട്ട്, പിന്നെ മഹറോലി ആർക്കിയോളജിക്കൽ പാർക്ക്, താജ്മഹൽ, കുത്തുബ് മിനാർ ആൻഡ് ജമാ മസ്ജിദ്, പുരാണ ഖില, പിന്നെ റെഡ് ഫോർട്ട് അല്ലേ, അതൊക്കെ നമ്മൾ പറഞ്ഞു. റെഡ് ഫോർട്ട്, ദെൻ ആഗ്ര ഫോർട്ട്, ഫത്തേപൂർ സിക്രി. അപ്പോൾ റെഡ് ഫോർട്ട് വരെ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഹിസ്റ്റോറിക്കൽ വരുന്നത് ആർക്കിടെക്ചറൽ സ്റ്റൈൽ. ഇതിൻ്റെ ഓരോ പ്രത്യേകതകളാണ് മിസ് ബോർഡിൽ എഴുതിയത്. ആർക്കിടെക്ചറൽ സ്റ്റൈല്, അതിന് ശില്പി അത് രൂപം കൊടുത്തത് ആ ഒരു സ്റ്റൈല്, സ്ട്രക്ചറിൻ്റെ സ്റ്റൈല്, ശില്പഭംഗി എന്നൊക്കെ പറയും. ദെൻ കൺസ്ട്രക്റ്റിംഗ് വർക്ക്, നിർമ്മാണത്തിൻ്റെ ഒരു പ്രത്യേക വൈഭവം. ദെൻ റിലീജിയസ് ആർക്കിടെക്ചർ, റിലീജിയസ് ആയിട്ട് അതായത് മതത്തിനോടനുബന്ധിച്ചുള്ള ഓരോ ചിലത് ടെമ്പിൾസ് ആണ്, ചിലത് മോസ്ക് ആണ് അല്ലേ. മോസ്ക് വരുന്നുണ്ട് അല്ലേ. ഇതിൽ എന്താ പറയുക, ഇപ്പം കൺസ്ട്രക്റ്റിങ് റിലീജിയസ് ഈ റിലീജിയസിലാണ് ടെമ്പിളും എന്തും വരുന്നത്, മോസ്കും വരുന്നത് അല്ലേ. ടെമ്പിൾസും മോസ്കും വരുന്നത് റിലീജിയസ് ആർക്കിടെക്ചറിലാണ് ടെമ്പിൾസും മോസ്കും വരുന്നത്. പിന്നെ ഓക്കെ, ആർക്കിടെക്ചറൽ സ്റ്റൈൽ, കൺസ്ട്രക്റ്റിംഗ്, റിലീജിയസ് ആർക്കിടെക്ചർ, കളക്ഷൻസ്. ഓരോ കളക്ഷൻസ് മീൻസ് മൊത്തത്തിലുള്ള കളക്ഷൻ എന്താണ് പറയുക, കളക്ഷൻസ് എന്ന് പറയുന്നത്. ഇതിൽ വേറെ നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ അതിൽ റെഡ് ഫോർട്ട്, റെഡ് ഫോർട്ടിൻ്റെ പ്രത്യേകത അതൊക്കെ ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷൻ ആണെന്ന് പറഞ്ഞു. ഈ ടെമ്പിൾസിലും മോസ്കും രണ്ടും നമ്മളെ ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷൻ ആണ്. കൂടാതെ പിന്നെ റെഡ് ഫോർട്ടിൻ്റെ ഇതൊക്കെ നമുക്ക് എന്താണ് വിദേശികളെ ആകർഷിക്കുന്ന ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് റെഡ് ഫോർട്ട് ഉള്ളത്. നെക്സ്റ്റ് വരുന്നത് ആഗ്ര ഫോർട്ടാണ്. ആഗ്ര ഫോർട്ട് സിറ്റുവേറ്റഡ് ഓൺ ദ റൈറ്റ് ബാങ്ക് ഓഫ് യമുന റിവർ, ആഗ്ര. അതായത് ആഗ്രയിലെ യമുന റിവറിൻ്റെ അരികിലാണ് ഏതുള്ള ആഗ്ര ഫോർട്ട് ഉള്ളത്, ഉത്തർപ്രദേശ്. ദിസ് ഫോർ സ്റ്റാൻഡ്സ് വൺ ഓഫ് ദ മുഗൾ എംപയർസ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ആൻഡ് formidable structure featuring numerous elaborately adorned buildings that showcase and grandeur of Mughal and architecture. Akbar, the third Mughal emperor, constructed for the ruins of ancient site known as Badalgah. Okay, next Sikandar Lodi and capital from Delhi to Agra. After his death, മരണശേഷം ചെയ്തു 1517 his son Ibrahim Lodi held the fort of 9 years until his defeat at the Battle of Panipat in 1526. 1526 പാനിപ്പറ്റ് യുദ്ധത്തിലാണ് എന്ത് ചെയ്തത്, ഡിഫീറ്റ് ചെയ്തത്. ഡ്യൂറിങ് ദ ലോധി പീരീഡ് സെവറൽ പ്ലേസസ് വെൽസ് മോസ്ക് വർ ബിൽറ്റ് വിതിൻ ദ ഫോർട്ട്. കുറേ മോസ്കുകൾ നിർമ്മിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു കാലഘട്ടം. വെൻ ബാബർ, പിന്നെന്ത് ചെയ്തു, ബാബറിന് അറിയാലോ, ബാബർ സെൻഡ് ഹിസ് സൺ ഹുമയൂൺ ടു ആഗ്ര. പിന്നെന്ത് ചെയ്തു, നമ്മുടെ ബാബർ തൻ്റെ മകനായ ഹുമയൂണിനെ ആഗ്രയിലേക്ക് വിട്ടു. ആൻഡ് ഹുമയൂൺ ക്യാപ്ചേർഡ് ദ ഫോർട്ട്. ഹുമയൂൺ എന്ത് ചെയ്തു, ആ കോട്ട പിടിച്ചടക്കി. ആൻഡ് സീസിങ് ദ വാസ്റ്റ് ട്രഷർ ഇൻക്ലൂഡിങ് ദ റിനോൺ Kohinoor diamond. Babur also constructed a Bhabi step in 1530. Humayun's coronation took place within a fort as a gesture of gratitude to Nazam, the water carrier who saved Humayun from drowning. Humayun briefly crowned his emperor half a day. Following Humayun's defeat, the Bilgram in 1540, Shergha of the dynasty controlled to Agra fort and stationed his garrison there. Akbar arrived to Agra to order the renovation of the fort using the sandstone. The project involved around 4,000 workers daily and it completed in 8 years in 1565 to 1673. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് ബാബറും പിന്നെ ഹുമയൂണും ആ സമയത്തുണ്ടായ നിർമ്മാണത്തിൽ ഇരുന്ന നമ്മുടെ
പിന്നെ ഫോർട്ടുകൾ, അതായത് തുറമുഖങ്ങൾ, ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഉണ്ടാക്കിയെന്ന് പറയുന്നു. ദ ആഗ്ര ഫോർട്ട് സെമി സർക്കുലർ ഫോർട്ടിഫിക്കേഷൻ വാൾ വാസ് സറൗണ്ടഡ് ബൈ 21 high wall of features double ramparts, massive circular basin, 4 gates in span over 24 acted over his dozen monuments. ഓരോ മോണുമെന്റ്സിലും സ്റ്റോണും പിന്നെ വൈറ്റ് സ്റ്റോണും പിന്നെ അല്ലാതെ അവരുപയോഗിച്ചിരുന്ന പിന്നെ എന്താ പറയുക കല്ലുകൾ, അവര് പിന്നെന്താ അതിലുപയോഗിച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ പറയുന്നുണ്ട് അല്ലേ. കോഡ് ഹിസ്റ്റോറിയൻ അബ്ദുൾ ഫസൽ റെക്കോർഡ്സ് ഇൻ അബ്ദുൾ ഫസൽ ആരാണ്? പിന്നെ ഒരു സഞ്ചാരി ഇത് എഴുതിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ ഓരോ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സും ഏതൊക്കെ 5000 ബിൽഡിങ്സ് were built in ബംഗാളി ആൻഡ് ഗുജറാത്തി സ്റ്റൈൽ. ബംഗാളി ഗുജറാത്തി സ്റ്റൈലാണ് ഓരോ നിർമ്മിച്ചത്. ആൻഡ് വൈൽ ദ ബ്രിട്ടീഷ് ഡിസ്ട്രോയിഡ് മോസ്റ്റ് ഓഫ് ബറാക്സ് ഓൺലി 30 മുഗൾ ബിൽഡിങ്സ് ഹാവ് സർവൈവ്ഡ് ഓൺ ദ സൗത്തേൺ സൈഡ്. അത് എത്രയോ ബിൽഡിങ്സ് ഉണ്ട്. മുഗൾ ബിൽഡിങ്സ് ആണ് മുഗൾ ഭരണകാലഘട്ടത്തിൽ നിർമ്മിച്ചിരുന്ന. പിന്നെ നമ്മുടെ താജ്മഹൽ പോലെയുള്ള നല്ല നല്ല ശില്പഭംഗിയോട് കൂടി കുറേ ബിൽഡിങ്സും ആ കാലത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഷഹാംഗീർ, എ ഗ്രേറ്റ് ബിൽഡർ, അയാളുടെ പേരാണ് ഷഹാംഗീർ. ജഹാംഗീർ അല്ല, ഷഹാംഗീർ ഒരു ബിൽഡറാണ്, അതായത് ഉണ്ടാക്കുന്ന ആളാണ്. ഷഹാംഗീർ ലിവ്ഡ് ഇൻ ദ ഫോർട്ട് ആൻഡ് ബിൽറ്റ് 3 white marble mosque. Aurangzeb imprisoned Shah Jahan for 8 years until the death of 1666. The barbican around the gates and riverside were built and Aurangzeb to strengthen the fort's defenses. Despite Shah Jahan transferring his capital to Delhi in 1638, he continued to live in Agra until the death in 1707. He continued to live in Agra until his death in 1707. The 18th century history of Agra fort is a saga of sieges and plunder held by the Jats and Maharathas, so finally captured by British in 1803. Okay. Then Fatehpur Sikri. എന്താണ് ഫത്തേപൂർ സിക്രിൻ്റെ പ്രത്യേകത? ഫത്തേപൂർ സിക്രി ബിൽറ്റ് ബൈ എംപറർ അക്ബർ ഇൻ 16th century. നെക്സ്റ്റ് ഒരു നമ്മുടെ ഈ റിലീജിയസ് ആർക്കിടെക്ചറിൽ വരുന്ന ഒരു പോയിന്റാണ് ഫത്തേപൂർ സിക്രി. നിങ്ങൾ അറിയോ ഫത്തേപൂർ സിക്രി? എഴുതുക. ഫത്തേപൂർ സിക്രി ബിൽറ്റ് ബൈ എംപറർ അക്ബർ ഇൻ 16th century. 16ാം നൂറ്റാണ്ടിലാണ് അക്ബർ ഫത്തേപൂർ സിക്രി ബിൽറ്റ് ചെയ്തത്. Served in Mughal emperor capital for a short period. It features a complex of monuments and temples, including the Jama Masjid, one of India's largest mosque. Jama Masjid എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ പള്ളി മോസ്കാണ് ജാമാ മസ്ജിദ്. ഓക്കെ. Features a complex of monuments and temples, including the Jama Masjid, one of the India's largest mosque. ഫത്തേപൂർ സിക്രി ലൊക്കേറ്റഡ് ഇൻ ആഗ്ര ഡിസ്ട്രിക്ട്. എവിടെയാണ് ഫത്തേപൂർ സിക്രി സ്ഥിതി ചെയ്യുന്നത്? ആഗ്രയിലാണ്. ആഗ്ര ഡിസ്ട്രിക്ട്, ഉത്തർപ്രദേശ്, ഇന്ത്യ. ദ ക്യാപിറ്റൽ ഓഫ് മുഗൾ എംപറർ. India is the capital of Mughal Emperor Akbar and was built between 1571 and 1573. The city is known as the City of Victory and was the first plan of the Mughals. Its features of magnificent administrative. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്ന പള്ളിയാണെങ്കിലും ടെമ്പിൾ ആണെങ്കിലും ഒക്കെ ഇവരെ അഡ്മിനിസ്ട്രേറ്റീവ് പവറാണ് അതിൽ കാണിക്കുന്നത് ഇല്ലേ. ആ രാജകൊട്ടാരം അല്ലെങ്കിൽ ആ എംപയർ, ആ സാമ്രാജ്യം അല്ലെങ്കിൽ അത് ഭരിച്ചിരുന്ന എംപറർ, രാജാവ്, ചക്രവർത്തി, അദ്ദേഹം എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവും ഓരോ ടെമ്പിൾ വർക്ക് ചെയ്യാനും. എന്തായാലും ഒരു രാജ്യത്ത് അത് പണി തീരണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് പെർമിഷൻ കൊടുക്കണം. പെർമിഷൻ കൊടുത്താൽ മാത്രം പോരെ, ഇതൊക്കെ ബിൽഡ് ചെയ്യാൻ എന്ത് ചെയ്യണം? പണിക്കാർ വേണം, ജോലിക്കാർ വേണം, പിന്നെ സാമ്പത്തിക ഇത് വേണം, ഭദ്രത വേണം, പിന്നെ അവർക്ക് ഇൻകം കൊടുക്കണം, അവർക്ക് ഫെസിലിറ്റീസ് നോക്കണം, ആ ജോലിക്കാർ വർഷങ്ങളോളം താമസിക്കാനുള്ള ഫുഡ് ആൻഡ് ഫെസിലിറ്റീസ് നോക്കണം. അങ്ങനെ കുറേ കഠിനാധ്വാനത്തിൻ്റെ അല്ലേ, എല്ലാത്തിനുപരി എക്കണോമിക്കലി ഫിക്സഡ് ആയിരിക്കണം. അങ്ങനത്തെ അതൊക്കെ വെക്കാൻ പൈസ ക്യാഷ് വേണമല്ലോ. അപ്പം ആ സാമ്രാജ്യത്തിൽ ഇപ്പം ധനകാര്യ സ്ഥാപനം, ഇപ്പം നമ്മൾ പറയും ധനകാര്യ മന്ത്രി, അന്നും ഉണ്ടാവുമല്ലോ, ധനകാര്യമൊക്കെ നോക്കുന്ന ആൾ അന്നും ഉണ്ടാവും. ഇന്ന് പിന്നെ നമ്മൾ എന്തായി മാറി, കുറേയൊക്കെ പുരോഗമനമായിപ്പോയി. പക്ഷെ രാജകൊട്ടാരത്തിലും ധനകാര്യ വകുപ്പൊക്കെ അന്നും ഉണ്ടായിരുന്നു. ഈ കൈകാര്യം ചെയ്യാനൊക്കെ മന്ത്രിമാരും ഉണ്ടാവും. ആ സമയത്ത് രാജകൊട്ടാരത്തിൽ ഓരോ സെക്ഷൻ ഏൽപ്പിക്കുന്ന മന്ത്രിമാരുണ്ടാവും. സാംസ്കാരിക വകുപ്പൊക്കെ അത് നോക്കും.
അല്ലേ? അപ്പോൾ പിന്നെ അതുകൊണ്ട് ഏറ്റവും അതിനുള്ള സാക്രിഫൈസിങ്ങിൻ്റെ ഇത് നോക്കുന്ന ആരെന്നായിരിക്കും? രാജാവ് തന്നെ ആയിരിക്കും അല്ലേ? അദ്ദേഹം ആയിരിക്കും എക്കണോമിക്കലി അതിനുള്ള ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ മന്ത്രിമാർക്ക്